ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി ഫുഡ് ടോക്സ്. ഇന്ന് വളരെ ക്രിസ്പി ആയിട്ടുള്ള ഒരു ചക്ക ചിപ്സ് ആണ് ഇവിടെ കാണിക്കുന്നത്. അതിൻ്റെ വീഡിയോയിലോട്ട് പോകാം. ഇതിനു വേണ്ടി നല്ല മൂത്ത ചക്കയാണ് എടുക്കേണ്ടത്, പക്ഷേ പഴുക്കാനും പാടില്ല. ഇതിൻ്റെ കുരുവും ചവണിയും ഒക്കെ പോക്കിയിട്ട് നല്ലവണ്ണം ക്ലീൻ ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ രണ്ട് സൈഡും കുറച്ച് കട്ട് ചെയ്ത് നീളത്തിൽ കനം കുറച്ച് അരിയണം. കനം കുറച്ച് അരിയുമ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് വരിക. കനം കൂടിയാൽ ഇത് വെന്ത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇത് വറുത്തെടുക്കാൻ വേണ്ടി അടിക്കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. വറുത്തെടുക്കാൻ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ്. നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. പിന്നീട് ചക്ക ഇട്ട് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. പിന്നീട് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതെല്ലാതും എണ്ണയിലേക്കൊന്ന് താഴ്ത്തി കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് വേവിക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളു വേവുകയുമില്ല. ഇതിലേക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു കളറ് വരും. ഇനി നല്ല മഞ്ഞ കളറുള്ള ചക്കയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇത് അരിയുമ്പോൾ വളരെ കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. അതേമാതിരി എല്ലാതും ഒരേ ഷേപ്പിൽ തന്നെ ആയിരിക്കുമ്പോഴാണ് ചക്ക വറുത്തത് കാണാൻ നല്ല ഭംഗിയുണ്ടാകുക. ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. ഉപ്പിൻ്റെ വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ ഉപ്പ് നല്ലവണ്ണം കലക്കി വെക്കണം. ഓരോ ബാച്ചിലേക്കും 1 ടീസ്പൂൺ ഉപ്പിൻ്റെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ടിത് നന്നായിട്ട് ഇളക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഈ കറിവേപ്പില എണ്ണയിൽ മൂപ്പിച്ചെടുക്കുമ്പോൾ നല്ലൊരു സ്വാദായിരിക്കും. എത്ര കറിവേപ്പില അത്രയ്ക്കും ഇത് സ്വാദ് കൂടുകയേ ഉള്ളൂ. ഇത് നല്ല ക്രിസ്പി ആകുന്നവരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. വളരെ സാവകാശത്തോടു കൂടി ചെയ്യേണ്ട ഒരു റെസിപ്പിയാണിത്. കാരണം ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും, ഇതിൻ്റെ ഉള്ളിൽ വേവുകയുമില്ല. അതുകൊണ്ട് ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം ചെയ്യുവാൻ. ഇത് നല്ലവണ്ണം എണ്ണ കാഞ്ഞതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ചക്ക ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതേമാതിരി ചക്ക ഇട്ട് കൊടുക്കുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചക്ക ഇട്ട് കൊടുക്കുവാൻ. ഇതിൻ്റെ പാകമായോ എന്നറിയാൻ കയ്യിൽ വെച്ചിട്ട് ഒന്ന് പൊട്ടിച്ച് നോക്കിയാൽ മതി. നല്ല ക്രിസ്പി ആണെങ്കിൽ പെട്ടെന്ന് അത് പൊട്ടും. ഇപ്പോൾ ഇവിടെ ഇത് നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട്. ഇത് ഇനി ഒരു അരിപ്പയിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ബാക്കിയുള്ള ഓയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി കളഞ്ഞു കിട്ടും. ഇത് വറുത്ത് കോരുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറുത്ത് കോരുവാൻ. അപ്പോൾ തീരെ എണ്ണ കുടിക്കുകയില്ല. ഇങ്ങനെ ഇത് രണ്ടാമത്തെ ബാച്ചും ഇങ്ങനെ തയ്യാറാക്കിയെടുക്കാം. ഓരോ പ്രാവശ്യവും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ടതാണ്. അതേമാതിരി ഉപ്പിൻ്റെ വെള്ളവും തളിക്കേണ്ടതാണ്. ഉപ്പിൻ്റെ വെള്ളം ഇട്ട് കൊടുക്കുമ്പോഴാണ് ചക്കയിലേക്ക് നല്ലവണ്ണം ഉപ്പ് പിടിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ താഴെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക.
നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. താങ്ക് യു ഫോർ വാച്ചിങ്.